കൊച്ചി കടവന്ത്രയിലെ ബാറിൽ വെടിവെപ്പുണ്ടായി. ബാർ ജീവനക്കാരനായ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബാറിലെ മാനേജർക്കും ക്രൂരമർദ്ദനമേറ്റു. വെടിയേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. വെടിയുതിർത്ത ശേഷം പ്രതികൾ കാറിൽ കടന്നു കളയുകയായിരുന്നു. ബാറിന് മുന്നിൽ നിന്നും ആദിത്യ ഓമനക്കുട്ടനും ആശുപത്രിയിൽ നിന്നും ശ്യാം പ്രസാദ് ഉത്തമനും ചേർന്നുണ്ട്. ആദ്യം ശ്യാമിലേക്ക് പോവുകയാണ്. ശ്യാം, ഈ വെടിയേറ്റവരുടെ നില എങ്ങനെ പോകുന്നു, എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിശദീകരണം ലഭിച്ചിട്ടുണ്ടോ? ആരോഗ്യനില എങ്ങനെയാണ്? അതായത് സുജിൻ ജോൺസൺ അതോടൊപ്പം തന്നെ അഖിൽനാഥ് എന്നീ 2 പേർക്കാണ് വെടിയേറ്റിട്ടുള്ളത്. ഇതിൽ സുജിൻ ജോൺസന്റെ നില അല്പം ഗുരുതരമാണ്. സുജിൻ ജോൺസന് വയറിനാണ് വെടിയേറ്റത്. അതോടൊപ്പം തന്നെ ഈ അഖിൽനാഥിന് വെടിയേറ്റിരിക്കുന്നത് കാലിന്റെ തൊടയിലാണ്. ഈ സുജിൻ ജോൺസനെ നിലവിൽ ഇപ്പോൾ ICUവിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് 2 പേരും ഉള്ളത്. ഇന്നലെ രാത്രി 11:00 ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതിനുശേഷം ഈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അതിനുശേഷം വിദഗ്ധ പരിശോധനയും മറ്റും ഇനി നടത്തേണ്ടതുണ്ട്. 2 പേരുടെയും ഇഞ്ചുറി അല്പം വലുത് തന്നെയാണ്. ഈ വയറിനകത്തുകൂടെ തുളഞ്ഞ് അതായത് 2 മുറിവുകളാണ്. അതായത് ബുള്ളറ്റ് തുളഞ്ഞ് തൊട്ട് അപ്പുറത്തു കൂടി തുളഞ്ഞ് പുറത്തു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഡോക്ടർമാർ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആയിരിക്കും കൂടുതൽ ആന്തരിക പരിശോധനകൾ, സ്കാനിങ് ഉൾപ്പെടെയുള്ളവ നടത്തേണ്ടി വരിക. അതിനുശേഷമായിരിക്കും മറ്റ് സർജറികളും മറ്റും വേണമോ എന്നതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ ആലോചിക്കുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ സുജിൽ ജോൺസൺ ICUവിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ അഖിൽനാഥിൻ്റെയും കാലിനാണ് വെടിയേറ്റിരിക്കുന്നത്. ഈ കാലിൻ്റെ തുടയിലൂടെ തുളഞ്ഞ് പുറത്തു പോയിട്ടുണ്ട് ബുള്ളറ്റ്. ഇതും ഇനി കൂടുതൽ പരിശോധന വേണ്ടതുണ്ട്. നിലവിൽ കാഷ്വാലിറ്റിയിൽ ആണ് 2 പേരും ഇപ്പോൾ കോൺഷ്യസായ ഒരു സ്ഥിതിയാണ് ഉള്ളത് എന്ന് തന്നെയാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ഒരു സംഘം ആളുകൾ ഈ ബാറിലെത്തുകയും തുടർന്ന് ഇവരുമായി ചെറിയ പ്രശ്നങ്ങളും മറ്റും ഉണ്ടാക്കുകയും ചെയ്തത്. ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായ ശേഷം കയ്യിലുണ്ടായിരുന്ന അത് ഏത് തരം ഗണ്ണാണ് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസ് മറ്റ് നടപടിക്രമങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഗണ്ണ് ഏത് തരത്തിലുള്ളതാണ്, എയർ ഗണ്ണാണ് അല്ല എന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? നിലവിൽ ഇവരുടെ ശരീരത്തിൽ നിന്ന് ബുള്ളറ്റുകളൊന്നും തന്നെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ബുള്ളറ്റ് ശരീരത്തിലൂടെ കയറി ഇറങ്ങി പുറത്തു പോയി എന്നാണ് നിലവിൽ ഇപ്പോൾ അനുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിദഗ്ധമായ പരിശോധന തന്നെ വേണ്ടിവരും. ഈ സുനിൽ ജോൺസന്റെ വയറിനാണ് വെടിയേറ്റിരിക്കുന്നത്. 2 വെടിയേറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഖിൽനാഥിന് കാലിന് ഒരു വെടിയും ഏറ്റിട്ടുണ്ട്. സുനിൽ ജോൺസന്റെ നില അല്പം ഗുരുതരമാണ്. ICUവിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇന്റേണൽ ഓർഗൻസിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും മറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ശരി, ശ്യാമിലേക്ക് തിരികെ ആദിത്യ ഓമനക്കുട്ടൻ കൂടി നമ്മോടൊപ്പം ബാറിൽ നിന്ന് വിശദാംശങ്ങൾ വായിച്ചിരുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. കൊച്ചി പോലെയൊരു നഗരത്തിൽ വെടിയേൽക്കുക, വെടിയുതിർക്കുക, ഒരു അക്രമി സംഘം വരിക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ അക്രമത്തിന് കാരണമായ കാര്യങ്ങൾ? എത്ര റൗണ്ട് വെടിവെച്ചു? എന്തൊക്കെയാണ് അവിടെ നിന്ന് കിട്ടുന്ന വിശദാംശങ്ങൾ? ലാൽ, തീർച്ചയായും ലാൽ സൂചിപ്പിച്ചതുപോലെ ഒരു അമേരിക്കൻ മോഡൽ വെടിവെപ്പ് കേരളത്തിൽ സംഭവിക്കുകയാണ്, കൊച്ചിയിൽ സംഭവിക്കുകയാണ്. ഈ ഇടശ്ശേരി ബാറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കൊച്ചി കത്രിക്കടവിലുള്ള ഇടശ്ശേരി ബാർ, ഇവിടെയാണ് വെടിവെപ്പുണ്ടായ സംഭവ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ പോലീസ് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ ഈ അക്രമം നടന്ന പ്രദേശം. നമ്മളിപ്പോൾ ഇവിടെ കാണാം, ഇവിടുത്തെ ബുള്ളറ്റ് പോലും, ഇവിടെ പെല്ലറ്റ് പോലും ഇവിടെ കിടപ്പുണ്ട്. ഇന്നലെ വെടി വെച്ചതിന് ശേഷം ഉണ്ടായ ആ ബുള്ളറ്റ് പോലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയാണ്. ആ ബുള്ളറ്റ് പോലും ഇവിടെയുണ്ട്. ഇവിടെയാണ് അക്രമി സംഘം ഒരു 11:30 ഇവിടേക്ക് എത്തുകയായിരുന്നു. ഇവിടെ എത്തിയ ശേഷം കാറിൽ, ഒരു വെളുത്ത ഫോർഡ് ഫിഗോ കാറിലെത്തിയ അക്രമി സംഘമാണ് ആദ്യം മാനേജർക്ക് നേരെ അസഭ്യവർഷം നടത്തുകയും തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തത്. മാനേജരെ മർദ്ദിച്ച് അവശനാക്കിയപ്പോൾ വെയിറ്റർമാർ, ഇവിടുത്തെ അവിടെ ഡ്യൂട്ടിക്ക് 11 മണിക്ക് ശേഷം ബാർ അടയ്ക്കും നമുക്കറിയാം. അതിനുശേഷം ഇവിടുത്തെ വെയിറ്റർമാർ അവിടേക്ക് കടന്നു വന്ന് മാനേജരെ ആക്രമിച്ച ഈ സംഘത്തെ തടയുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇവർ എയർ പിസ്റ്റൾ ഉപയോഗിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം. പോലീസിൻ്റെ എയർ പിസ്റ്റൾ ഉപയോഗിച്ച് വെടിയുതിർത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ 2 പേരെ വെടിയുതിർത്തു. 2 പേരും ബാറിലെ വെയിറ്റർമാരാണ്, ജീവനക്കാർക്കാണ് വെടിയേറ്റത്. അതോടൊപ്പം തന്നെ മാനേജരെ മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്ത ശേഷം പ്രതികൾ സംഭവ സ്ഥലത്തു നിന്ന് കടന്നു കളയുകയായിരുന്നു. ഒരു വെളുത്ത കാറിൽ, ഒരു വെളുത്ത വെടിയുതിർക്കാൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ ഒരു പ്രകോപന കാരണം ഉണ്ടാകുമല്ലോ, അതെന്താണെന്ന് പറയുന്നുണ്ടോ?
സംഭവത്തെക്കുറിച്ച് അഭ്യൂഹങ്ങൾ മാത്രമാണ് ലാൽ ഇപ്പോൾ നിലവിലുള്ളത്. അതായത് 11 മണിക്ക് ശേഷം ബാർ അടച്ചതിന് ശേഷം ഇവിടെ എത്തി മദ്യം ആവശ്യപ്പെട്ടതാണ് ഒരു കാരണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഈ മാനേജറുമായി മുൻപ് തർക്കമുണ്ടായതിൻ്റെ മുൻവൈരാഗ്യമാണെന്നും പറയുന്നുണ്ട്. എന്തായാലും പോലീസ് സംഭവം സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു അജ്ഞാത സംഘം എന്നതിനപ്പുറം പ്രാഥമികമായ വിവരം മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ഒരു കാറിലെത്തിയ 4 അംഗ സംഘം, അക്രമി സംഘത്തിൽ 4 പേരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന കാരണം ഒരു 11 മണിക്ക് ശേഷം അടയ്ക്കുന്ന ബാറിലേക്ക് കടന്നു വന്ന് മദ്യം ആവശ്യപ്പെട്ടു. അവർ ഇതേ ബാറിൽ നിന്ന് തന്നെ മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയിലായിരുന്നു. എന്നിട്ടും വീണ്ടും ബാർ പൂട്ടിയ ശേഷവും മദ്യം ആവശ്യപ്പെടുന്നു. അങ്ങനെ അത് നൽകാനാവില്ല എന്ന് ബാർ മാനേജർ നേരിട്ട് പറയുമ്പോൾ മാനേജറുമായി തർക്കമുണ്ടാവുന്നു. അങ്ങനെ മാനേജറെ മർദ്ദിക്കുന്നു. അതിൽ വെയിറ്റർമാർ, മറ്റ് ജീവനക്കാർ ഇടപെട്ട് അത് വലിയൊരു അക്രമമായും അത് അരയിൽ നിന്ന് തോക്കെടുത്ത് വെടിയുതിർക്കുന്നതിലേക്ക് കടക്കുന്നു എന്നാണ് ഒരു വാദം. അതോടൊപ്പം തന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ മാനേജറുമായി ഇതിനു മുൻപും സമാനമായ തർക്കമുണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നുണ്ടായ മുൻവൈരാഗ്യമാണ് എന്നും ഒരു ആരോപണമുണ്ട്. നമുക്കറിയാം, ഈ ബാർ ഇതിനു മുമ്പും ഈ ബാറിൽ നിരവധി അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ ഏറെ തിരക്കുള്ള ഒരു ബാറാണ്. അപ്പോൾ ഇവിടെ ഇതിനു മുമ്പും ഈ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടുകയും മാരകായുധങ്ങളുമായി പരസ്പരം അക്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ നിരീക്ഷണവും പെട്രോളിങ്ങും ഒക്കെ ശക്തമാണ് ഈ മേഖലയിൽ. അങ്ങനെ ഇരിക്കെയാണ് ഈ അർദ്ധരാത്രിയിൽ ഒരു വലിയ ആക്രമണം ഉണ്ടാകുന്നത്. അതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, അമേരിക്കൻ മോഡൽ ഒരു വെടിവെപ്പ് എന്നൊക്കെ പോലെ, ആർക്കോട്ട വെടിവെപ്പ് എന്നൊക്കെ പോലെ 2 പേർക്ക് വെടിയുതിർക്കുകയാണ്. അതിൽ ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. അയാളുടെ വയറിനാണ് വെടിയേറ്റത്. അതുപോലെ തന്നെ മറ്റൊരാളുടെ തുടയിലും വെടിയേറ്റിട്ടുണ്ട്. ഈ വയറിൽ വെടിയേറ്റ ആളുടെ 2 വെടിയുണ്ടകളാണ് അയാൾക്ക് ഏറ്റത്. അതുപോലെ തന്നെ തുടയിൽ വെടിയേറ്റ ഒരാൾക്ക് 1 വെടിയുണ്ടയുമാണ് അയാളുടെ ശരീരത്തിൽ എത്തിയത്. അത്തരത്തിൽ വലിയൊരു ആക്രമണമെന്ന് തന്നെ നമുക്ക് പറയാം.